കഴിഞ്ഞ എപ്പിസോഡ് റെക്കോർഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെയാണെങ്കിൽ കുറച്ചധികം ബോൺ മീലൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ ഗ്രാസ് ഒക്കെ വളർത്തി വെച്ചിട്ടുണ്ട്. ഞാൻ കുറേ കാലം പിശുക്കി പിശുക്കി വെച്ച ബോണൊക്കെ എടുത്തിട്ടാണ് ഈ ഒരു ബോൺ മീലും കരികളൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ നമുക്ക് ഇവിടെ ഇട്ട് പാത്തും കരികളൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിട്ട് ഇവിടെ മൊത്തത്തിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. കാര്യം ഞാനാണെങ്കിൽ ഇത് ഇവിടെ സ്റ്റോറേജ് റൂം ഉണ്ടാക്കി, അത് പാതി വഴിയിലിട്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കി, അതും അവിടെ പാതി വഴിയിലിട്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കി, അതും പാതി വഴിയിലിട്ടു. അപ്പോൾ നമുക്കിനി ഇവിടെ പാത്തൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് മെനാക്കി എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അയൺ ഫാർമും ഇന്നത്തെ എപ്പിസോഡിൽ സെറ്റ് ചെയ്ത് എടുക്കണം. ഇവിടെ മൊത്തത്തിൽ അയൺ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ബോൺ മീലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. ഈ ഒരു പോപ്പി ഉപയോഗിച്ചിട്ട് നമുക്ക് ബോൺ മീൽ ഉണ്ടാക്കാം. ബൈ ദ ബൈ, ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ 210 സബ്സ്ക്രൈബറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. നിങ്ങൾ ഇത്രയും വലിയ സപ്പോർട്ടൊന്നും തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല ഈ ഒരു ചാനലും കരികളൊക്കെ ക്രിയേറ്റ് ചെയ്തത്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ വിഷയമാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ കിടിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബ്രോ ആണെങ്കിൽ ഈ വില്ലേജർ ബ്രീഡറിന്റെ മുകളിലായിട്ട് എന്തെങ്കിലും ഒരു ബിൽഡ് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഡൗട്ട് അതല്ല. ഈ ഒരു വില്ലേജർ ബ്രീഡറിന്റെ മുകളിലായിട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞെങ്കിൽ ഇതിനെന്തെങ്കിലും സംഭവിക്കുമോ? ഈ ഒരു ഫാർം വർക്കാവാണ്ടാവോ? എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് പറയണം. അപ്പോൾ സെറ്റാണെങ്കിൽ ഞാൻ ഇതിൻ്റെ മുകളിലൊരു ബിൽഡാക്കി വെക്കുന്നതായിരിക്കും. നമുക്കാണെങ്കിൽ കുറച്ചധികം ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. എൻ്റെ കയ്യിലുള്ള ടൂൾസിൻ്റെ കാര്യമൊക്കെ തീരുമാനമായിട്ടുണ്ട്. ബൈ ദ ബൈ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലേ? എനിക്ക് തോന്നി, അതാണ് ഞാൻ ഈ വടിയും പിടിച്ചിരിക്കണേ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്. റോഡ് ടു 500 സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ ഏകദേശം 210 സബ്സ്ക്രൈബറായി ഇന്ന്. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചാനലിന്റെ ഐഡിയിലൊക്കെ 100K എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എപ്പോഴാവോ എന്തോ, നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മളെ മീനുക്കുട്ടി ഇതാ നിങ്ങളെ നോക്കാണ്. നമ്മളിപ്പോഴും മീനുക്കുട്ടിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങളെ നോക്കും. നിങ്ങൾ അത്രയ്ക്ക് ഇഷ്ടമാണ് നമ്മളെ മീനുക്കുട്ടിക്ക്. അപ്പോൾ മീനുകുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 30 ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പൂച്ച സാറിനാണെങ്കിൽ ഞാൻ പേരിടാൻ വേണ്ടി വല്ലാണ്ട് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറേ പേരൊക്കെ വന്ന് ഞാൻ ഈ ഒരു പൂച്ചക്കുട്ടിക്ക് എത്ര പേരിടും? അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാവരും തന്ന പേരിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം എടുത്തിട്ട് ഒരു പേരുണ്ടാക്കിയിട്ട് നമ്മൾ ഈ ഒരു പൂച്ചക്കുട്ടിക്ക് ഇടാം. അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ? ഇല്ലെങ്കിൽ വല്ല ഇത് നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങളോട് ചോദിക്കേണ്ടി വരും. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ചെക്ക് ചെയ്യുക. ചിലപ്പോൾ വല്ല സാധനങ്ങളൊക്കെ അവിടെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ആക്സും ഉണ്ടാക്കി, അതുപോലെ തന്നെ ഒരു പിക്കാക്സും ഉണ്ടാക്കി. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബ്രോ ആണെങ്കിൽ നമ്മളോട് ആർമറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ എന്തിനാ ആർമറൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ മടി പിടിച്ചിരുന്നതായിരുന്നു. എന്തായാലും നമുക്ക് ആർമർ ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ ആർമർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കില്ല ഇവിടെ ആയിട്ട് പാത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ആദ്യത്തെ പ്രയോറിറ്റി. അപ്പോൾ നമുക്ക് പാത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് അതിങ്ങനെ വരച്ചിടാം. എന്നിട്ട് പിന്നെ നമുക്ക് ഈ ഒരു സ്ലാബ്, ഈ ഒരു പ്രൂ സ്ലാബൊക്കെ വെച്ചിട്ട് അതിനെ സെറ്റ് ചെയ്തെടുക്കാം. അതായിരിക്കും നല്ലത്. അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഈ ഒരു കുട്ടി ബ്രെയിനിലൊന്ന് ചിന്തിച്ചിട്ട് ഒരു നല്ലൊരു റൂട്ട് മാപ്പ് ഉണ്ടാക്കിട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു സ്റ്റോറേജ് റൂമും അതുപോലെ നെതർ പോർട്ടലും പിന്നെ ഈ ഒരു സ്റ്റോൺ ജനറേറ്ററും പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, ഇതുപോലെയാണ് ഇതിന്റെ മുകളിൽ നിന്നുള്ള ലുക്ക്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു ബ്രിഡ്ജില്ലേ, ആ ഒരു ബ്രിഡ്ജിൽ നിന്ന് ഇവിടത്തേക്ക് ഒരു കണക്ഷൻ കൊണ്ടുവരണം. ഇതാണ് നമ്മളെ സെൻട്രൽ പോയിന്റ് എന്നൊക്കെ പറയാം നമുക്ക്. അതായത് നമ്മളെല്ലാത്തിൻ്റെയും സെൻറ്റർ ഇവിടെയാണ്. ഇവിടുന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണത്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നേരെ നമുക്ക് ആ ഒരു പാലത്തിലേക്ക് പാത്തും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യണം. ഞാനാണെങ്കിൽ ഇവിടെ കുറച്ച് നേരം ആലോചിച്ച് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി തിടുക്കം കാണിച്ചിട്ട് ഈ ഒരു പ്രൂസ് സ്ലാബ് ഇവിടെ വെച്ചിട്ട് ഞാൻ പാത്തും കരികളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ കാണാൻ ഒരു രസം ഉണ്ടല്ലോ. സത്യം പറയാലോ, ഒരു രസം ഉണ്ടാവത്തില്ല. അപ്പം എൻ്റെ മനസ്സിലുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മൊത്തത്തിൽ സ്റ്റോണിൻ്റെ പാത്ത് ഉണ്ടാക്കാം. അതാകുമ്പോൾ നമുക്ക് ഇതുപോലെ എടുക്ക് കോബിൾ സ്റ്റോണൊക്കെ വെച്ചിട്ട് ആ ഒരു പാത്തിനെ നല്ല രീതിക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ബൈ ദ ബൈ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് റെക്കോർഡ് ബട്ടൺ ഓഫാക്കാൻ മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ചില ക്ലിപ്പൊക്കെ മിസ്സാവാനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും ക്ഷമിക്കുക. ഏതെങ്കിലുമൊക്കെ ക്ലിപ്പ് പോയിട്ടുണ്ടെങ്കിൽ സഹിക്കുക. അത്രയേ ഉള്ളൂ വഴി. വേറെ എന്നെ കൊണ്ട് രണ്ടാമത് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അയ്യോ, എൻ്റെ കയ്യിൽ ഏകദേശം 60 സ്റ്റോണൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു 60 സ്റ്റോൺ കൊണ്ട് നമുക്ക് ഏകദേശം പകുതിയുടെ പകുതി മാത്രമേ നമുക്ക് ഈ ഒരു പാത്തൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് കുറച്ച് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ നല്ല സൂപ്പർ സ്മെൽറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറേയധികം സ്റ്റോണൊക്കെ ഉരുക്കിയിട്ട് നമ്മളെ ബാക്കി പരിപാടി കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമുക്കില്ലേ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു അയൺ ഫാർമിൽ ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട് അവിടുത്തെ സ്റ്റോറേജൊക്കെ. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി കുറച്ച് ചെസ്റ്റും പിന്നെ ഹോപ്പറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുറച്ചും കൂടി ഹോപ്പർ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അയൺ ആവശ്യമാണ്. നമുക്കെന്തായാലും കുറച്ച് അയൺ എടുക്കാം. ഞാൻ ഏകദേശം ഒരു സ്റ്റാക്ക് അയൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് കൊണ്ടുപോയിട്ട് ഒരു 4, 5 ഹോപ്പറും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 ഹോപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മളെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെസ്റ്റ് ആക്സസ് ആക്കണം. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ചെസ്റ്റിന് താഴെ ഭാഗത്തേക്ക് എത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ബാക്കി ഹോപ്പറൊക്കെ വെച്ചിട്ട് പരിപാടി നടക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 3 ബ്ലോക്ക് 4 ബ്ലോക്കിൻ്റെ ആഴം നമുക്ക് വേണം. എന്നാലേ ചെസ്റ്റിൻ്റെ അടിയിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഞാൻ എന്തായാലും കുഴിച്ച വഴി കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അടിയിൽ ഹോപ്പറൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സ്റ്റോറേജ് ഒന്ന് വലുതാക്കണം. അതാണ് നമ്മൾ ഇന്നത്തെ പ്ലാന്. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് കുറച്ച് ബ്ലോക്കൊക്കെ പൊട്ടിച്ച് മാറ്റാം. ഇവിടെ നിന്ന് നമുക്ക് ബ്ലോക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഹോപ്പർ വെക്കും. ഓക്കെ, താഴെ താഴെ ഇങ്ങനെ കുറേ അധികം ചെസ്റ്റും കാര്യങ്ങളൊക്കെ വരണം. അതാണ് നമ്മളെ പ്ലാന്. ഞാൻ എന്തായാലും ഇവിടെ അത്യാവശ്യം ചെസ്റ്റ് വെക്കാനുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഹോപ്പറിൻ്റെ ആവശ്യമുണ്ട്. അതും കൂടി ഉണ്ടാക്കിയിട്ടായിട്ട് ഞാൻ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായിരിക്കും ഒന്നും കൂടി നല്ലത്. അങ്ങനെ ഏകദേശം ചെസ്റ്റ് വെക്കുന്ന പരിപാടി മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ചെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു ഡബിൾ ചെസ്റ്റ് വരും, അതിൻ്റെ അടിയിൽ ഹോപ്പർ, വീണ്ടും ഡബിൾ ചെസ്റ്റ് വരും, അതിൻ്റെ അടിയിൽ ഹോപ്പർ. ഈ ഒരു മെത്തേഡാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനും ഇതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കൂടുതൽ കൂട്ടാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ട് ഒരു ഹോപ്പറും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞെങ്കിൽ മൊത്തത്തിലുള്ള അയണും കാര്യങ്ങളൊക്കെ താഴേക്ക് പോയിക്കോളും. നമുക്ക് താഴെ വന്നിട്ട് ശേഖരിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു അയൺ പോലും വേസ്റ്റ് ആവത്തില്ല. അതുപോലെ ഇതിൻ്റെ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അതിനേക്കാളും മുമ്പ് നമ്മളെ കയ്യിലുള്ള ഈ ഒരു സ്റ്റാക്ക് സ്റ്റോൺ ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കണം. നമ്മളെ കയ്യിലുള്ളത് കൊണ്ട് ഓണം പോലെ നമുക്കിത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നാളത്തെ എപ്പിസോഡിൽ നമുക്കിത് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ഏകദേശം എൻ്റെ കയ്യിലുള്ള എല്ലാ സ്റ്റോണും ഞാൻ ഇവിടെ വെച്ച് തീർത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ സ്റ്റോൺ ഇല്ലാന്ന് വല്ല സിൽട്ടച്ച് പിക്കാക്സ് ഉണ്ടെങ്കിൽ നമ്മളെ സ്റ്റോൺ ജനറേറ്ററിൽ പോയിരുന്ന് മൈൻ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇതുപോലെയാണ് നമ്മളെ പാത്തും കരികളൊക്കെ ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി ഒന്നും കൂടി ഡിസൈൻ ചെയ്തെടുക്കും കേട്ടോ. ഇതുപോലെ റഫായിട്ട് വെക്കണം എന്നല്ല, ഇതിനെ ഒന്നും കൂടി ഡിസൈൻ ചെയ്തെടുത്തു കഴിഞ്ഞെങ്കിൽ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പം ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നമ്മൾ അയൺ ഫാർമിൽ ഒരു കേവ് പോലെ ഉണ്ടാക്കി തുളച്ചു പോയില്ലേ, അപ്പോൾ അവിടെയായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഒരു എൻട്രൻസ് പോലെ എന്തെങ്കിലും സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എടുക്കണം. പിന്നെ നമുക്ക് കുറച്ചധികം ഐറ്റം ഫ്രെയിമും കൂടി ഉണ്ടാക്കി നമ്മൾ ആ ഒരു സ്റ്റോറേജ് റൂമിൽ കൊണ്ടുവെക്കണം. ബൈ ദ വേ, എനിക്ക് അടുത്തൊരു വില്ലേജ് കിട്ടി. ഞാനാണെങ്കിൽ ഒരു ലെതർ ഇങ്ങനെ തപ്പി വന്നതാ, കുറെ പശുവിനെയൊക്കെ കൊന്ന്. ഇപ്പൊ ഏകദേശം ഒരു 8 ഐറ്റം ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും നമുക്ക് കുറേ അധികം ലെതർ വേണം. അപ്പൊ അത് തപ്പി വന്നപ്പോൾ നമുക്ക് അടുത്തൊരു വില്ലേജും കൂടി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാനുണ്ടല്ലോ കുറേ നേരം ഓടി ഇതിപ്പോ എവിടേക്കോ കറങ്ങി തിരിച്ച് നമ്മൾ ഈ ഒരു ഐലൻഡിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, എഗെയിൻ പശു. അപ്പൊ നമ്മളെടുത്താണെങ്കിൽ ഇപ്പൊ ഏകദേശം 5 ലെതറേ നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ല അന്ന് ഈ ഒരു വേൾഡിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അധികം മോബ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ആനിമൽസ് ആണെങ്കിലും സ്പോൺ ആവണില്ല. സാധാരണ ഇങ്ങനെ വെറുതെ നടന്നാൽ ഇഷ്ടം പോലെ പശുവിനെ കരികളൊക്കെ നമുക്ക് വേറെ വേൾഡിലൊക്കെ കിട്ടും. പക്ഷെ ഇതിൽ ഭയങ്കര റെയർ എന്ന് വെച്ചാൽ ഭയങ്കര റെയറാണ്. ഓൾറെഡി നമ്മളെ കയ്യിൽ മറ്റേ കൗ ഫാർമൊക്കെ ഉണ്ട്. പക്ഷെ അത് ഞാൻ അങ്ങനെ നോക്കാത്തത് കൊണ്ട് തന്നെ അതിലത്ര ബ്രീഡും കാര്യങ്ങളൊന്നും ഇല്ല. ഉണ്ടായ കുറച്ച് ബ്രീഡിനൊക്കെ ഞാൻ തല്ലിക്കൊന്ന് ഇതിപ്പോൾ ഏകദേശം ഇത്ര ആൾക്കാർ മാത്രമേ നമ്മൾ ഈ ഒരു കൗ ഫാർമിലുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളത് കൊണ്ട് വേണം പോലെ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. നമുക്ക് ഇത് മാത്രം കൊണ്ടുപോയിട്ട് അവിടെ വെക്കാം. ഏകദേശം ഒരു 13 ഐറ്റം ഫ്രെയിം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ വെക്കാം. എന്നിട്ട് നമ്മൾ ആ അയൺ ഫാർമിൻ്റെ എൻട്രൻസ് ഒന്ന് സെറ്റ് ചെയ്യാം. ഇത് ഇത്ര സെറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മൾ മെയിൻ്റനൻസ് എപ്പിസോഡിൻ്റെ പാർട്ട് 1 കംപ്ലീറ്റ് ആവും. ഇനി പാർട്ട് 2 നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനുണ്ട്. ഇനി കുറേ പണിയുണ്ടെന്ന്, പക്ഷെ നമ്മളെ കയ്യിൽ ഐറ്റംസ് ഇല്ല. അങ്ങനെ ഏകദേശം നമ്മൾ അയൺ ഫാർമിൻ്റെ എൻട്രൻസ് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു ബ്ലോക്കും കൂടി ഇവിടുന്ന് എടുത്ത് മാറ്റാം. എന്നാലേ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, ഒരു ബ്ലോക്ക് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല കേട്ടോ. അതവിടെ തന്നെ നമുക്ക് വെക്കേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വേൾഡിൽ ഇത്രയും ഐറ്റംസിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നമ്മൾ ഫുൾ ടൈം ഈ ഒരു വേൾഡിൽ കളിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഫ്രീ ടൈമൊന്നും കിട്ടാറില്ല. ആ കിട്ടണ ഫ്രീ ടൈമിലാണ് ഞാൻ ഈ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതാണ് മെയിൻ സീനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏകദേശം എൻട്രൻസിലാണെങ്കിൽ നമ്മൾ ഇതുപോലെ പ്രൂസിൻ്റെ ലോഗ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകംഭാഗം മൊത്തത്തിൽ നമുക്ക് ഈ ഒരു പ്ലാങ്ക്സും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞെങ്കിൽ അകം കാണാൻ നല്ല രസം ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഈ ഒരു ടണലിൻ്റെ മൊത്തം പരിപാടി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ അടി വരെ ഞാൻ ഇതുപോലെ ഈ ഒരു പ്ലാങ്ക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറം ഭാഗത്താണെങ്കിൽ ഇതുപോലെ ലാൻഡേണും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഞാൻ പോയിട്ട് കിടന്നുറങ്ങിട്ട് നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ.